തടിയന്റെവിട നസീറിനെതിരെ ഞെട്ടിക്കുന്ന വിവരങ്ങളുമായി NIA. ജയിലിലെ തടവുകാരെ ഒരുമിച്ചുകൂട്ടി ഭീകരപ്രവർത്തനത്തിന് പുതിയ സംഘമുണ്ടാക്കി. പിടിയിലായ ഡോക്ടറെയും ASIയെയും തീവ്രവാദ റിക്രൂട്ട്മെന്റിന് ഉപയോഗിച്ചു. അറസ്റ്റിലായവരുടെ റൂട്ട് മാപ്പ് തയ്യാറാക്കി അന്വേഷണം തുടരുന്നു. എരുമേലിയിൽ വാവർ പള്ളിക്ക് സമീപം വാപുര ക്ഷേത്ര നിർമ്മാണവുമായി ഹിന്ദു സംഘടനകൾ മുന്നോട്ട്. നിർമ്മാണത്തിന് മുന്നോടിയായി ബാലാലയ പ്രതിഷ്ഠ നടത്തി. പൂജ നടത്തിയത് അനുമതിയില്ലാതെ ക്ഷേത്രം പണിയരുതെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ച ഭൂമിയിൽ. കേരള സർവകലാശാലയിൽ അധികാര തർക്കവും ഭരണസ്തംഭനവും തുടരുന്നു. രജിസ്ട്രാർ അനിൽകുമാർ ഒപ്പിട്ട 3 ഫയലുകൾ VC മടക്കി അയച്ചു. 25 ഫയലുകളിൽ ഒപ്പിട്ട VC ചുമതല നൽകിയ മിനി കാപ്പൻ അനിൽകുമാർ ഇന്നും സർവകലാശാല ആസ്ഥാനത്ത്. സർവകലാശാലയിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായെന്നാരോപിച്ച് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങി BJP സിൻഡിക്കേറ്റ് അംഗങ്ങൾ. സ്കീം ഫോർമുല മാറ്റത്തിൽ മന്ത്രിസഭയിലും എതിർപ്പുണ്ടായിരുന്നുവെന്ന് സൂചന. ഫോർമുല മാറ്റം ഇത്തവണ വേണമോ എന്ന അഭിപ്രായം ചില മന്ത്രിമാർ ഉയർത്തി. സർക്കാർ ഉദ്ദേശം സദുദ്ദേശപരമായിരുന്നുവെന്ന് മന്ത്രി R. ബിന്ദു. എല്ലാവർക്കും നീതി ഉറപ്പാക്കാനായിരുന്നു ശ്രമമെന്നും മന്ത്രി. കളി തുടങ്ങിയ ശേഷം കളി നിയമം മാറ്റുന്ന പോലെയാണ് സർക്കാർ സ്കീം ഫോർമുല മാറ്റിയതെന്ന് മുസ്ലിം ലീഗ്. സർക്കാർ അപ്പീൽ തള്ളിയതോടെ പ്രവേശന നടപടികൾ ഇന്ന് തുടങ്ങും. എഞ്ചിനീയറിംഗ് ഫാർമസി കോളേജ് ഓപ്ഷൻ ഇന്ന് ആരംഭിക്കും. മോഹൻ ഭാഗവത്തിന്റെ പ്രായപരിധി പരാമർശം ചർച്ചയാകുന്നു. 75 വയസ്സ് പിന്നിട്ടവർ വിരമിക്കണമെന്ന് മോഹൻ ഭാഗവത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഉദ്ദേശിച്ചാണ് മോഹൻ ഭാഗവത്തിന്റെ പരാമർശമെന്ന് ശിവസേന. RSSന്റെ വിശദീകരണം ഇന്നുണ്ടായേക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വീണ്ടും പ്രകീർത്തിച്ച് ശശി തരൂർ MP. മോദി വ്യക്തിപ്രഭാവമുള്ള നേതാവ്. കോൺഗ്രസിന്റെ ഇടതുപക്ഷ നയങ്ങളിൽ നിന്നും രാജ്യം ശക്തമായ ദേശീയതയിലേക്ക് മാറിയെന്നും തരൂർ. ഇത് സാധ്യമായത് മോദിയുടെ കരുത്തുറ്റ നേതൃത്വത്തിന്റെ ഫലമായി. മോദിയെ സ്തുതിക്കുന്നത് അടിയന്തരാവസ്ഥയെ വിമർശിച്ച ലേഖനത്തിന് പിന്നാലെ. ശശി തരൂരിനെതിരെ K. മുരളീധരൻ. ഒന്നുകിൽ പാർട്ടിക്ക് വിധേയനാകാം, അല്ലെങ്കിൽ പാർട്ടി നൽകിയ സ്ഥാനം ഉപേക്ഷിച്ച് ഇഷ്ടമുള്ള പാർട്ടിയിലേക്ക് പോകാമെന്ന് പ്രതികരണം. അഭിപ്രായ വ്യത്യാസം പാർട്ടിക്കുള്ളിൽ പറയണമെന്ന് മുരളീധരൻ. തദ്ദേശ നിയമസഭ